മായി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും അടക്കമുള്ളവർ അവിടെ ചടങ്ങിൽ സന്നിഹിതരാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. പദ്ധതിയുടെ ഔദ്യോഗികമായി പദ്ധതിക്ക് തുടക്കമാവുകയാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുതാര്യവുമായ സേവനം ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്കായി ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക പരാതി ഹെൽപ്പ് ലൈൻ ഡെസ്കുകളും ഓൺലൈൻ സേവനങ്ങളുമൊക്കെ ഉറപ്പാക്കും. പോലീസ് സ്റ്റേഷനുകളിലെ SHO ചുമതലകളിൽ വരുത്തുന്ന പരിഷ്കാരം ഈ ശനിയാഴ്ച മുതൽ, അതായത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ 419 പോലീസ് സ്റ്റേഷനുകളിലെ SHO ചുമതല നിലവിൽ SIമാർക്ക് തിരികെ നൽകും. 64 സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരുകയും ചെയ്യും. മുമ്പ് LDF സർക്കാരിൻ്റെ കാലത്താണ് SHO ചുമതല SIമാരിൽ നിന്ന് CIമാർക്ക് കൈമാറിയത്. എന്നാൽ ഇത് പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തലിൽ കൂടിയാണ് നിലവിൽ വീണ്ടും ചുമതല SIമാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ജനസൗഹൃദ പോലീസ് സംവിധാനത്തിനൊരു പുതിയ മുഖം നൽകുകയാണ് UDF സർക്കാർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഒക്കെ ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ DGP റവാഡ ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും ഈ പദ്ധതിയെപ്പറ്റി വലിയ പ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവച്ചത്. P. വിജയൻ അവിടെയുണ്ട്. VS അനു ചേരുന്ന വിവരങ്ങളുമായി. അനു, എന്തായാലും ഒരു ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് ഒരു പുതിയ മുഖം നൽകുന്നു മൈ പോലീസ് സ്റ്റേഷൻ. ആ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. എന്തൊക്കെയാണ് ചടങ്ങിന്റെ വിശദാംശങ്ങൾ? ശ്യാമിലി, കേരള പോലീസിനെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമാകുന്നത്. ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ, ADGPമാരായിട്ടുള്ള H. വെങ്കടേഷ്, അതുകൂടെ തന്നെ ലോ ആൻഡ് ഓർഡർ ADGP P. വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്ത് ഉണ്ട്. ഏതായാലും ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. അല്പസമയം മുമ്പ് DGP റവാഡ ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പോലീസിന്റെ പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളായിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ, പോലീസുകാർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഇടമാണ് അവരുടെ ഈ സ്റ്റേഷൻ. അപ്പോൾ ആ സ്റ്റേഷൻ അവരുടേതാണ് എന്നൊരു ബോധം ഉണ്ടാക്കുക, മാത്രമല്ല കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ജനങ്ങളിലൂടെ അറിയുക, അതുവഴി അത് പരിഹരിക്കുക. ഇപ്പോൾ ഓണമടക്കമുള്ള ഫെസ്റ്റിവലുകൾ വരുന്നുണ്ട്. അവിടെ കൂടുതൽ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനത്തിന് ജനങ്ങളുടെ കൂടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഈ SI സംവിധാനം വരുന്നതോടുകൂടി കൂടുതൽ കാര്യക്ഷമമായി പോലീസിനെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ള വിഷയങ്ങൾ അത് നിയമത്തെ ആരും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല. നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കർശനമായ നിയമ നടപടികൾ നേരിടുമെന്നും റവാഡ ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു.